ഹായ്, എല്ലാവർക്കും നമസ്കാരം. അന്ന മരിയ ഒഫീഷ്യൽ എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസം 2-3 ആഴ്ചയായി ഈ ചാനലിനകത്തൊരു വീഡിയോ ഇട്ടിട്ട്. നമ്മുടെ അച്ചാൻ ആർമി ഫാമിലിയിൽ എല്ലാ ദിവസവും തന്നെ ഇപ്പോൾ അടുത്ത ദിവസം വീഡിയോകൾ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിനകത്ത് വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ അതിനകത്ത് ഉള്ള ആളുകളൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഇനി അറിയാത്തവർക്ക് വേണ്ടി പറയാം. നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ഒരുപാട് പ്രശ്നങ്ങളാണ്. ആദ്യം അല്പം ഒന്ന് വീണു, അവിടെ കാലിന് നല്ല പരിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയുക, 2-3 ദിവസമായിട്ടുള്ള റെസ്റ്റാണ്, വർക്കൗട്ടും പറ്റുന്നില്ല. പിന്നെ അതിൻ്റെ 2ാമത്തെ ദിവസം അന്നപ്പെണ്ണിന് പനി പിടിച്ചു. അങ്ങനെ അവൾ കിടപ്പായി. ഭയങ്കര പനിയാണ് 2 ദിവസമായിട്ട്. അപ്പോൾ ആ സമയത്ത് മമ്മി ആദ്യം പെങ്ങളുടെ വീട്ടിലാണ്, കട്ടപ്പന, ഇവിടുന്ന് 25 കിലോമീറ്റർ മാറി അവിടെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നയ്ക്ക് പനി പിടിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവിടെ നിന്ന് ആദിക്ക് പനി പിടിച്ചപ്പോൾ അന്ന് തന്നെ വൈകുന്നേരം ഞാൻ അവരെ പോയി കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി പോയി. കാരണം അവിടെ ഒരു പെങ്ങളുടെ കൊച്ചുണ്ട്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് പനി പിടിക്കരുതല്ലോ എന്നോർത്തുകൊണ്ട്. പക്ഷേ അവിടെ ചെല്ലുന്നതിന് മുമ്പായിട്ട് അവക്കും പനിയായി. അങ്ങനെ എന്തായാലും പനിയായെങ്കിൽ പോലും ആദ്യം കൂട്ടി ഞാൻ തിരിച്ചു പോന്നു. ഇവിടെ വന്ന് ഇന്നലെ രാത്രിയിലെല്ലാം ആദ്യം പനിയായിരുന്നു. ഇന്ന് ഇച്ചിരി കുറവുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളായി. 3-4 ദിവസമായി നമ്മുടെ ഇവിടെ കറണ്ട് ഇല്ലാഞ്ഞിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് മിന്നി ഓരോ സെക്കൻഡ് മിന്നി പോകുന്നതല്ലാതെ കറണ്ട് ഇല്ല, ഒരു രക്ഷയില്ല. മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ പോലും നിവൃത്തിയില്ല. ഞാൻ ഒരു 2-3 മണിക്കൂറായിട്ട് നമ്മൾ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. വണ്ടിയുടെ അകത്ത് കയറിയിരുന്നിട്ട് ഫോൺ കുത്തിയിട്ട് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഫോണും മാറി കുത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ വിഷമമാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. എങ്കിലും നമ്മുടെ മറ്റു ചാനലിനകത്ത് അത്യാവശ്യം കൃത്യമായിട്ട് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ വന്നിരുന്ന് കുത്തിയിട്ടിട്ടൊക്കെ എല്ലാവർക്കും അതൊന്നും അതുപോലും സാഹചര്യം ഇല്ലാത്ത ആൾക്കാരുണ്ടെന്നറിയാം. നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച്, മഴ അനുസരിച്ച് എല്ലായിടത്തും കാറ്റും മഴയും ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്ന് നമുക്കറിയാം. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വീഡിയോ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വീട്ടിൽ വെട്ടമില്ല, കറണ്ട് ഒരു രക്ഷയില്ല, വെട്ടത്തിൻ്റെ അംശം പോലും ഇല്ല. ഈ പിള്ളേർക്കെല്ലാം പനിയും അവക്കും വയ്യാതായപ്പോഴത്തേക്കും എന്താ പറയുക, വെട്ടമില്ല, കറണ്ടില്ല, വെള്ളമില്ലാത്ത അവസ്ഥ. പുറത്ത് പുഴ പോലെ വെള്ളമാണെങ്കിലും നമുക്ക് കുഴൽക്കണ്ടിയിൽ നിന്ന് വെള്ളം അടിച്ച് കയറണമെങ്കിൽ മോട്ടർ വർക്ക് ചെയ്താലേ വെള്ളം അടിച്ച് കയറ്റാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പുറത്തൊക്കെ ടാങ്കിനകത്തൊക്കെ പിടിച്ച് വെച്ചേക്കുന്ന വെള്ളം കോരി എടുത്തുകൊണ്ടൊക്കെ വന്നിട്ടാണ് ഒരു തരത്തിലൊക്കെയാണ് കഷ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും വലിയൊരു ദുരിതത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കറണ്ട് ഇല്ലാത്തത് ഒരു വലിയ പ്രശ്നമാണ്. നമുക്ക് ഒരു രക്ഷയില്ലെന്നുള്ളതാണ്. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതും വണ്ടിക്കകത്ത് കയറിയിരുന്നുകൊണ്ട് വണ്ടിക്കകത്ത് ലൈറ്റ് ഇതുകൊണ്ട് ഓൺ ചെയ്തിട്ടുകൊണ്ടാണ്. അവരെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതും പുറത്തേക്ക് നോക്കിയുണ്ട്. വീണ്ടും വാതിൽ തുറന്നിട്ടുണ്ട്, പക്ഷെ കൂരിട്ടാണ്. അകത്തുള്ള എമർജൻസി ലൈറ്റുകൾ എല്ലാം ഓഫായി പോയിരിക്കുകയാണ്. ഒരെണ്ണം പോലും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത് ഇന്നലെ 2 ദിവസം മുന്നേ തൊട്ടേ വർക്ക് ചെയ്യുന്നില്ല. കാരണം നമുക്ക് ഇത്ര മണിക്കൂർ കൂടുതലൊന്നും അതിൻ്റെ ബാക്കപ്പ് കിട്ടത്തില്ല. ഈ ഇട്ടേക്കുന്ന CFL ലൈറ്റുകൾ, ഇൻവെർട്ടറും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കഷ്ടമാണ്. ഇൻവെർട്ടർ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. ഈ 3-4 ദിവസം കറണ്ട് പോയി കഴിഞ്ഞാൽ ഒരു ഇൻവെർട്ടറും പിടിച്ച് നിൽക്കുകയില്ല. അപ്പോൾ ഒരു രക്ഷയില്ല. നമ്മുടെ ഇവിടുത്തെ ഈ ഇടുക്കിയിലെ അവസ്ഥ, ഇടുക്കി നമ്മുടെ തോപ്രാങ്കുടി പ്രദേശമാണ്. നമ്മുടെ പ്രദേശത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാവുന്ന നമ്മുടെ പ്രദേശം. അല്ലാത്ത പ്രദേശങ്ങളിലെ അവസ്ഥ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. കാരണം പെങ്ങടൊക്കെ അവിടെ കട്ടപ്പനയൊക്കെ ചെന്നിട്ട് അവിടെ അത്യാവശ്യം കറണ്ട് പോകുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് പടപടയൊന്നും വരുന്നുണ്ട്. പോയി വന്നും ഒക്കെ നിൽക്കുന്നുണ്ട്. അവർക്ക് അത്യാവശ്യം കുഴപ്പമില്ല. അതുപോലെ തന്നെ നമുക്കാണെങ്കിൽ കുഞ്ഞു വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോ എടുക്കാനോ എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്, അതിനൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കിടന്ന് കഷ്ടപ്പെടുകയാണ്. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. കാരണം പുറത്ത് വെട്ടമില്ല, പെരുമഴ, കാറ്റ്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. വീഡിയോ പെരയുടെ അകത്തിരുന്ന് എടുക്കാൻ പറ്റുന്ന വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അകത്ത് വെട്ടം ഉണ്ടല്ലേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അകത്തും പറ്റത്തില്ല, പുറത്തും പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. പിന്നെ നേരത്തെ ചെയ്തിട്ട് വയ്ക്കുന്ന ഓരോ വീഡിയോ ഒക്കെ തട്ടി കൂട്ടിയൊക്കെ ഒരു തരത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ അവസ്ഥകൾ. നിങ്ങളുടെ അവസ്ഥകളും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ വീഡിയോ ഇട്ട് എങ്കിലും നമ്മുടെ അപ്പുറത്തെ ചാനലിൽ ഇന്ന് വൈകിട്ട് തന്നെ അടുത്ത വീഡിയോ വരുന്നുണ്ട്. അത് ഇന്ന് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഓൾറെഡി ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നത്തെ ദിവസം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനും ശേഷമാണ് ഞാൻ വന്നിരുന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ആ പ്രശ്നങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ഇവിടെ ഇടുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു നിങ്ങൾ, നമ്മുടെ കാറ്റിലും മഴയിലും എല്ലാം നമ്മുടെ കുറേ സാധനങ്ങളെല്ലാം ഒടിഞ്ഞു മറിഞ്ഞൊക്കെ പോയി. അപ്പോൾ അതിന് ശേഷം പിന്നീട് കുറേ കാര്യങ്ങളൂടെ സംഭവിച്ചു. അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഇന്ന് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഇന്ന് രാത്രിയിൽ, നാളെ വൈകുന്നേരം 5 മണിയാകുമ്പോൾ ആ വീഡിയോ വരും. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളപ്പുറത്തെ ചെയ്തേക്കുന്ന വീഡിയോയിൽ
ആദ്യ കുഞ്ഞിനെ അവരെ കൂട്ടിക്കൊണ്ട് വരുന്ന വരെയുള്ള വീഡിയോസാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അതിനുശേഷം ഒരുപാട് സംഭവങ്ങളുണ്ടായി, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെയാണെന്നും ഉള്ള വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് വീഡിയോ ഇട്ടിട്ട് ഇപ്പം ഒരുപാട് നാളായി. എന്നുവെച്ചാൽ ഇതിനകത്തേക്ക് നമുക്ക് നോക്കാനുള്ള സമയം, അല്ലെങ്കിൽ വീഡിയോ ഓടി നടന്ന് എടുക്കാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്കും ഇങ്ങനെ എന്താ പറയുക, യാത്ര ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഇപ്പോൾ കൈക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര വേദനയാണ്. ഈ തണുപ്പ് കൂടിയപ്പോഴത്തേക്കും ആർത്രൈറ്റിസിൻ്റെ ഒരു പ്രശ്നം ചെറുതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കും അന്ന് ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫാനിട്ട് പോലും കിടന്നുറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ തണുപ്പ്, ഫാനിൻ്റെ വേനൽക്കാലത്ത് ഫാനിൻ്റെ തണുപ്പ് കാറ്റ് പോലും അടിക്കാൻ പറ്റത്തില്ല. അടിച്ചേക്കരുത്, വേദന കൂടും, ഷോൾഡറും തണുപ്പടിച്ചേക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തണുപ്പെന്ന് പറഞ്ഞാൽ കട്ട തണുപ്പാണ്, ഒരു രക്ഷയില്ല. പുറത്തേക്ക് ഇറങ്ങത്തില്ല, വീടിനകത്തും ഇരിക്കത്തില്ല, ഭയങ്കര തണുപ്പ്. ഇടിക്കുന്ന തണുപ്പ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ അറിയാവുന്നവർക്കറിയാം, അല്ലാത്തവർക്ക് ഇവിടെ വന്നവർക്കൊക്കെ അറിയാമായിരിക്കും. ഇടുക്കി നല്ല തണുപ്പുള്ള ഭയങ്കര തണുപ്പാണ്. പക്ഷേ നേരത്തെ അപേക്ഷിച്ച് അത്രയും തണുപ്പ് ഇപ്പോഴും അത്രയും എനിക്ക് ഫീൽ ചെയ്യുന്നുമില്ല. പക്ഷേ ആ തണുപ്പ് പോലും നമുക്ക് പറ്റുന്നില്ല. ഷോൾഡർ പെയിൻ ഭയങ്കരമാണ്. കൈ നമ്മുടെ ഇവിടെ ഒരു ആസ്തി ഓടിച്ചിട്ട് ഇങ്ങനെ കുത്തിക്കയറ്റുന്ന വേദനയാണ്. രാത്രിയിലൊന്ന് കിടക്കാനോ കൈ ഇങ്ങനെ അങ്ങോട്ട് മാറ്റാനോ പൊക്കാനോ തത്താനോ ഒന്നും പറ്റുന്നില്ല. എന്നാൽ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ എല്ലാം ബലം പിടിച്ചും ഒരു തരത്തിലൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതാണ് കൈയുടെ അവസ്ഥ. എന്ത് മരുന്ന് കഴിച്ചിട്ടും അതിനൊന്നും ഒരു മാറ്റം വരുന്നില്ല. ഏത് ഹോസ്പിറ്റലിൽ പോയി കഴിച്ചിട്ട് ഒരു പ്രയോജനം കിട്ടുന്നില്ലെന്നുള്ളതാണ്. നാട് നീളെ നടന്നുള്ള ആശുപത്രിയിലെല്ലാം കൊണ്ട് കാശ് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഒരു പ്രയോജനം കിട്ടുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അവളുടെ കാല് വീണിട്ട് നല്ല പറ്റി പറ്റിയിട്ടുണ്ട്. ആദ്യത്തെ 2 ദിവസം വലിയ കുഴപ്പമില്ലാതൊക്കെ പോയി. ഇന്നത്തെ അവസ്ഥ വളരെ പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്താണ് ഇന്ന് സംഭവിച്ചേക്കുന്നതെന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്തു പോയി. അതുകൊണ്ടാണ് ഇനി വീഡിയോയിൽ പറയാത്തത്. കാണാത്തവർക്ക് നമ്മുടെ അച്ചായൻ ആർമി ഫാമിലി ആ ചാനലിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് വന്നിപ്പോൾ ഇവിടെ കയറി വണ്ടിക്കകത്തിരുന്ന് എല്ലാ ഫോണും ചത്തുപോയതിൻ്റെ പേരിൽ മാത്രം ഇതിനകത്ത് കയറിയിരുന്ന് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. ഇങ്ങനൊരു സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ അതും കൂടെ പെട്ടുപോയേനെ. നമ്മുടെ എന്താ പറയുക, വീഡിയോ ഇടലും നിന്ന് പോയേനെ. 4 ദിവസമൊക്കെ കണ്ടിന്യൂസ് കറണ്ട് ഇല്ലാതെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയല്ല. എന്താ ചെയ്യുക, കാലാവസ്ഥ അതുപോലെയാണ്. ഇനിയും വരുന്ന ദിവസങ്ങളിലൊക്കെ കടുത്ത മഴയും പ്രശ്നങ്ങളും ഒക്കെയാണ് വരുന്നതെന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെയൊക്കെ നാട്ടിലത്തെ കാലാവസ്ഥയും വിശേഷങ്ങളും അവസ്ഥകളൊന്നും വാർത്ത പോലും ഒന്നും കാണാൻ പറ്റുന്നില്ല. ഫോണിനകത്ത് ചാർജ് ഇല്ലാത്തതുകൊണ്ട് അധികം സമയം വാർത്താ ചാനലുകളൊന്നും ഓപ്പൺ ചെയ്യാമെന്ന് പോലും ഇല്ല. കാരണം അത്യാവശ്യം ഒരു വീഡിയോ ഒക്കെ നമുക്ക് ഇടുകയൊക്കെ കഷ്ടി ചെയ്യണമെങ്കിൽ കുറച്ചെങ്കിലും ചാർജ് കൊണ്ടു നടക്കണം. ആകെ ഇങ്ങനെ വണ്ടിക്കകത്ത് കയറിയിരുന്ന് കുത്തി കിട്ടുന്ന ചാർജ്, അതിനകത്ത് കുത്തിയിട്ടാലും കയറാനായിട്ട് ഭയങ്കര താമസമാണ് വണ്ടിക്കകത്ത് കുത്തിയിട്ട് കഴിയുമ്പോൾ. അതുകൊണ്ട് വിവരങ്ങളും അധികം കാര്യങ്ങളും ഒന്നും അറിയാനും പറ്റുന്നില്ല. അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിലെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ താഴേക്ക് കമൻ്റായിട്ട് ഇടാനും മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്നവർ ഒരു ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴേക്ക്, ഇനി നമ്മുടെ വീഡിയോയിലെ മാറ്റങ്ങളും അല്ലെങ്കിൽ വീഡിയോ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു കമൻ്റായിട്ട് നമ്മുടെ വീഡിയോയിൽ ഇടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പിള്ളേരെ ആരെയും കാണിക്കുന്നില്ല, അവരെല്ലാവരും അകത്തുണ്ട്. ഇനി അവരെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ എന്തായാലും നമ്മുടെ വീഡിയോ അപ്പുറത്ത് കയറി കണ്ടു കഴിഞ്ഞാൽ വീഡിയോ കാണാൻ പറ്റും. കാരണം ഇതിനകത്ത് നമ്മൾ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ദിവസം, 2 ആഴ്ച 2-3 ആഴ്ച ആയിട്ടുണ്ട്. അതായത് നമ്മുടെ പ്ലേ ബട്ടൺ കിട്ടിയ സമയത്ത്, സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയ സമയത്ത് ഒരു വീഡിയോ ഇട്ടതാണ്. അതല്ലാണ്ട് ഒരു വീഡിയോയുമായിട്ട് ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ, ഗുഡ് നൈറ്റ്. പെരുമഴ പുറത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കയറി പോവാണ് വീട്ടിലേക്ക്. ഉള്ള വെട്ടം ഈ ഒരു വണ്ടിയുടെ വെട്ടം മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ, വീണ്ടും കാണാം.